ഓക്കെ, റെഡി. നമ്മൾ ഇന്ന് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി പേപ്പർ 2 ആണ്. സോഷ്യോളജി, ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇന്ത്യൻ സോഷ്യോളജിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? യൂറോപ്പിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടായി വരുന്നത്, അല്ലെ? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എമർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ ഉണ്ടാവുന്ന സബ്ജക്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ എന്തുകൊണ്ടൊക്കെ കാരണം കൊണ്ടാണ് സോഷ്യോളജി ഉണ്ടായിട്ടുള്ളത്? ബേസിക്കലി യൂറോപ്പിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ആക്ച്വലി എമർജ് ചെയ്ത് വരുന്നത്. യൂറോപ്പിൽ നിങ്ങൾ ഇഷ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലെ? ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? കിങ്സിനെയൊക്കെ കുറെ പേര് കൊല്ലുന്നു. അതേപോലെ തന്നെ ട്രെയിൻ ഓഫ് ടെറർ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാട്രിയാർക്കൽ സിസ്റ്റം എന്താന്ന് പറയുന്നത്, ഇക്വാലിറ്റി സിസ്റ്റം ആണെന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് സാധനങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. ആ ഡിസ്റ്റർബൻസ് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊരു സൊല്യൂഷൻ കൂടി ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ്? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവാനുള്ള വേറൊരു റീസൺ എന്താണ്? യൂറോപ്പിൽ നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ എന്ത് സംഭവിച്ചു? അർബണൈസേഷൻ വന്നു. അതുവരെ ഉണ്ടായിരുന്ന സോഷ്യൽ സിസ്റ്റം എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി മാറി. ആളുകളൊക്കെ തിങ്ങിക്കൂടി താമസിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ക്രൈം എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഒരുപാട് ബാഡ് റോങ് ഇൻസിഡൻസ്, ക്രൈം പോലുള്ള ഇൻസിഡൻസ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെ യൂറോപ്പിലുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നോക്കി, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും കാരണമായിട്ട് യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ അന്വേഷിച്ചിട്ടാണ് ബേസിക്കലി എന്ത് വരുന്നത്? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് മാറ്റർ വരുന്നത് എന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എമർജിയുള്ള റീസൺ എന്താണ്? അതായത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു സൊസൈറ്റിയിൽ. ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നോക്കിയിട്ടാണ്. അതായത് ഇതൊക്കെ എന്താണ്? എൻലൈറ്റ്മെന്റ് മൂവ്മെന്റിന്റെ ഭാഗമാണ്, അല്ലെ? ഈ എൻലൈറ്റ്മെന്റിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്ക് ഈ ചേഞ്ചസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവർ പറയുന്നത് പണ്ടത്തെ ഫാമിലി സ്ട്രക്ചർ ആയിരുന്നു അടിപൊളി. അതേപോലെ അഗ്രേറിയൻ സൊസൈറ്റി ആയി കഴിഞ്ഞപ്പം ഫ്യൂഡൽ സിസ്റ്റത്തിൽ എന്തായിരുന്നു കുറെ അടിമകൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. അങ്ങനെ ഭയങ്കര അവർക്ക് ഒരു പ്രിവിലേജ് ആയ ആളുകൾ ഇങ്ങനെ കൊടുക്കുന്നില്ല. ക്രീസ്റ്റിന് നല്ല വില ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന ആർക്കും ദൈവത്തിൽ വിശ്വാസമില്ല. സെക്യുലറൈസേഷൻ വരുന്നു. കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ആയി മാറുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന രീതിയിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റർ എമർജ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് കൊണ്ട്, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് യൂറോപ്പിൽ എമർജ് ചെയ്ത ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് ഒരു സബ്ജക്ട് എന്ത് ചെയ്തു? എമർജ് ചെയ്തു. ആ സബ്ജക്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ആ സൊസൈറ്റിയെ, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ വേണ്ടി സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് മാറ്റർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ യൂറോപ്യൻ സെൻട്രിക് ആണ്. പിന്നെ ഡെവലപ്ഡ് ആയത് മൊത്തം അമേരിക്കയിലാണ്, അല്ലെ? നമ്മൾ ഫസ്റ്റ് പേപ്പർ 1 തിങ്കേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആദ്യത്തെ 3 തിങ്കേഴ്സ് യൂറോപ്യൻ തിങ്കേഴ്സ് ആണ്. രണ്ടാമത്തെ 3 തിങ്കേഴ്സ്, നെക്സ്റ്റ് 3 തിങ്കേഴ്സ് എന്താണ്? അമേരിക്കൻ തിങ്കേഴ്സ് ആണ്. സോ ബേസിക്കലി എന്താണ്? ഒരു യൂറോപ്പ് സെൻട്രിക് അല്ലെങ്കിൽ അമേരിക്കൻ സെൻട്രിക് ആയിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എമർജ് ചെയ്തിട്ടുള്ളത്. ഈ സബ്ജക്ട് ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്ത് നടന്നിട്ടില്ല? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് നടന്നിട്ടില്ല? ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്യൂഡൽ സൊസൈറ്റി എവിടെയാണുള്ളത്? യൂറോപ്പിലാണുള്ളത്, അല്ലെ? അത് ഇന്ത്യൻ സൊസൈറ്റിയിലും അല്ല. അപ്പൊ രണ്ട് രീതിയിൽ ഇതൊന്നും ഇന്ത്യൻ സൊസൈറ്റിയിൽ നടന്നുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പേപ്പർ 2ലേക്ക്, അതായത് പേപ്പർ 2 സോഷ്യോളജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? ഇന്ത്യൻ സോഷ്യോളജിയാണ്. പേപ്പർ 1 എന്താണ്? ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കൻ സോഷ്യോളജിയാണ്. മേജർ സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് ആയിരുന്നു പേപ്പർ 1 നമ്മൾ പഠിച്ചത്. പേപ്പർ 1 നമ്മൾ എന്ത് ചെയ്തു? ബേസിക്കലി പല തിങ്കേഴ്സിനെയും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജി പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ പേപ്പർ 2 കംപ്ലീറ്റ്ലി എന്താണ്? ഇന്ത്യൻ സോഷ്യോളജിയാണ്. ഇന്ത്യൻ പേപ്പർ 2 സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ 3 സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. If you have taken any syllabus of any other option subject, you can see this type of section എന്ന് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, if you are taking some other subject, സോഷ്യോളജി അല്ലാതെ ഏത് സബ്ജക്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ സിലബസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നൊക്കെ പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ടാവും. പക്ഷെ പേപ്പർ 1 സിലബസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ
സോഷ്യോളജിയിൽ മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് പേപ്പർ 1 സിലബസിനെ UPSC ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ പേപ്പർ 2 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ബേസിക്കലി കാണാൻ പറ്റും. ഇതിനകത്ത് സെക്ഷൻ എ എന്ന് പറയുന്ന പാർട്ടിൽ ബേസിക് ആയിട്ട് UPSC ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഹൗ ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് മേജർ ആയിട്ട് UPSCന്റെ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ എ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസിന്റെ ഒരു സെക്ഷൻ എ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യൻ സൊസൈറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ പഠിച്ചൂടെ. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യൻ സൊസൈറ്റി ആരാ ഉണ്ടാക്കിയത്, ബേസിക്കലി ഹൂ ഡിസ്കവർഡ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെ. നമ്മളെന്താ പറയുന്നത്, യൂറോപ്യൻസ് ആക്ച്വലി ഡിസ്കവർ ചെയ്യാണ് ഇന്ത്യൻ സൊസൈറ്റി ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അതുവരെ എന്ത് ചെയ്തിട്ടില്ല, യൂറോപ്പിനെ സംബന്ധിച്ചോളം അറിയില്ലല്ലോ. സോ ദേ ഡിസ്കവേർഡ്, അവരെന്ത് ചെയ്തു, അവര് കപ്പൽ വഴി വന്ന് പോർച്ചുഗീസ് വന്ന് ഇവിടുന്ന് കൂട്ട് കണ്ടെത്തി. ദേ ഡിസ്കവേർഡ് ദാറ്റ് there is a society called ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ there is a society in the east അല്ലെ. അതിനെന്താണ് ഇന്ത്യ എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ബേസിക്കലി എന്താണ്, ഒരു സൊസൈറ്റിയെ ഡിസ്കവർ ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ യൂറോപ്യനെ സംബന്ധിച്ചോളം യൂറോപ്യൻസ് ഡിസ്കവർ ചെയ്തെടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയും ഇന്ത്യ എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി എന്താണ്, ജോഗ്രഫിക്കലി യൂറോപ്യൻസ് ആണ് ഇന്ത്യനെ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ആരുമാണ്, സൊസൈറ്റിയും ഡിസ്കവർ ചെയ്ത ആരാണ്, ഇന്ത്യൻസ് തന്നെയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻസ് തന്നെയെന്ന് പറയാം. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി പഠിക്കാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ ബേസിക്കലി നമുക്ക് 2 രീതി പഠിച്ചു. ഒന്ന് ഇന്ത്യൻസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യൻ മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയെ പഠിക്കാം. അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ ലെൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂറോപ്യൻസിനെ ഇന്ത്യനെ തന്നെ പഠിക്കാം. അപ്പം ഒന്ന് വെസ്റ്റേൺ ഫിലോസഫിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഒന്ന് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ത്യയെ പഠിക്കാം. ഓക്കെ, രണ്ടെന്താണ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് വെച്ച് പഠിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വെച്ച് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും. വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പല തിയറീസും നമ്മൾ എന്ത് ചെയ്തു, പേപ്പർ 1 പഠിച്ചിട്ടുണ്ട്. ആ തിയറീസിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇന്ത്യയിലെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഒന്നാമത്തെ തിയറിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഫസ്റ്റ് ചില പുതിയ പുതിയ വേർഡുകൾ. അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ തിയറി. വേണമെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ അതിൽ പഠിക്കാം. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ബേസിക്കലി ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം? എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം? ഓൺലൈൻ ആദിത്യ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൊസൈറ്റിയിൽ ഫാമിലി ഉണ്ട്, അതേപോലെ തന്നെ റിലീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ എന്താണ്, സൊസൈറ്റിയിലെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തുണ്ട്, സൊസൈറ്റിയിൽ എല്ലാമായിട്ടും എന്താണ്, പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഫാമിലി എന്താണ്, വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ, ഫാമിലി ചെയ്യുന്നുള്ളൂ. റിലീജിയൻ എന്താണ്, എല്ലാവർക്കും നല്ലതാണ്. അതേപോലെ തന്നെ പൊളിറ്റി എന്താണ്, എല്ലാവർക്കും പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, എല്ലാവർക്കും നല്ലതാണ്. ആൻഡ് ദേ ഓൾ ഇന്റഗ്രേറ്റ് ഈച്ച് അതർ അല്ലെ. ഇതെല്ലാം എന്താണ്, കണക്റ്റഡ് ആണ് അല്ലെ. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബോഡി ഹാസ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗൻസ്. എന്താണ്, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബോഡിയിൽ ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. ഈ ഓരോ ഓർഗൻസിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. ഹാർട്ടിന്റെ ഫംഗ്ഷൻ അല്ല കിഡ്നിയുടെ ഫംഗ്ഷൻ, രണ്ടിനും ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ വിത്തൗട്ട് ഹാർട്ട് ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ ചെയ്യില്ല. പക്ഷെ ഹാർട്ട് മാത്രം ഉള്ളതുകൊണ്ടും ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യില്ല, ഫംഗ്ഷൻ ചെയ്യില്ല. So automatically they all integrated and but they have a different function but they are all contributing to the society. ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ഓർഗൻസ് ഉള്ളത് അതേപോലെ തന്നെയാണ് ഫാമിലി, റിലീജിയൻ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ട്രാറ്റിഫിക്കേഷൻ, കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ എന്തുണ്ട്, സൊസൈറ്റിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം പറയുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ പറ്റും. ഓക്കെ, സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ പേപ്പർ 1 പഠിച്ച സ്കോളേഴ്സിന്റെ പേര് ആരെങ്കിലും ഓർമ്മയുണ്ടോ? താൽക്കോ പാർസൺ. പാർസൺ എന്താണ്, സ്ട്രക്ചറലിസ്റ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ, ഫംഗ്ഷനിസ്റ്റ് ആണ്. പക്ഷെ പാർസൺ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി എന്ത് ചെയ്തില്ല, അങ്ങനെ വൈഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. Then we can also study Indian society through another theoretical perspective, that is Marxist scholars. Marxist viewpoint നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ സൊസൈറ്റി പഠിക്കാം. Marxist viewpoint നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പഠിക്കുക, പൊതുവെ മാക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്, സൊസൈറ്റിയിൽ എന്താണ്, ക്ലാസ് ഡിവൈഡ് ആണ് അല്ലെ. ആരൊക്കെ തമ്മിലെ ഡിവിഷൻ, റിച്ചും പൂറും, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസും
വർക്കേഴ്സും. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്ര വർക്കേഴ്സ് വർക്കിംഗ് ക്ലാസ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടില്ല. ഫ്യൂഡൽ സൊസൈറ്റി മോഡൽ, അതൊരു കാസ്റ്റ് മോഡലാണ്. പക്ഷെ റിച്ചും അല്ലെങ്കിൽ എന്താണ് കുറച്ച് പൈസക്കാരുടെ സൊസൈറ്റിയും അല്ലെങ്കിൽ പൂറിന്റെ മോഡലും പൂറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ബേസിക്കലി എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊസൈറ്റിയെ പഠിക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് മാർക്സിസ്റ്റ് വ്യൂ പോയിന്റിലും വേണമെങ്കിൽ സൊസൈറ്റിയെ നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെസ്റ്റേൺ വ്യൂ പോയിന്റിൽ നമുക്ക് സബാൾട്ടൻ വ്യൂ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയെ പഠിക്കാം. സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പെർസ്പെക്ടീവ് അല്ലാതെ മേജർ പെർസ്പെക്ടീവ് അല്ലാതെ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് പെർസ്പെക്ടീവ്. എന്താണ് സബാൾട്ടൻ വ്യൂ പോയിന്റ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, വി ക്യാൻ ഓൾസോ സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ്. ഫെമിനിസ്റ്റ് എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയെ കാണുന്നത് എന്ന രീതിയിൽ നോക്കിയിട്ട് ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഓരോരുത്തരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് ഇതിൽ നമ്മൾ മേജർ ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിലുള്ളത് ഒന്ന് ഫേമസ് ആയ ആളുകൾ കേട്ടിട്ടുണ്ടാവും, എം.എൻ. ശ്രീനിവാസ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സോഷ്യോളജി ബേസിക്കലി എന്താണ്, വളരെ സിമ്പിൾ ആണ്. പേപ്പർ തിങ്കേഴ്സിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇന്ത്യൻ സോഷ്യോളജിയിൽ എന്താണ്, പേപ്പർ 1-നെക്കാട്ടും പേപ്പർ 2-നെക്കാട്ടും കൂടുതൽ തിങ്കേഴ്സ് ഉള്ളത് എന്തിലാണ്, പേപ്പർ 2-ലാണ്. പേപ്പർ 1-ൽ ആ 6 തിങ്കേഴ്സും പക്ഷെ നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്യാതെ കുറച്ച് തിങ്കേഴ്സിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പേപ്പർ 2-ലേക്ക് വരുമ്പോൾ ഒരുപാട് തിങ്കേഴ്സിന്റെ പേരുണ്ട്, പക്ഷെ എല്ലാവരും റിലേറ്റബിൾ സിമ്പിൾ ആളുകളാണ്. പിന്നെ ആണ് തിയറി വരുന്നത് സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സോഷ്യോളജി പേപ്പർ 2 ആക്ച്വലി വെരി ലെസ് ദാൻ 1 മന്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പഠിച്ചു പോയതാണ് നല്ലത്. പക്ഷെ എം.എൻ. ശ്രീനിവാസ് എന്നാണ് ബേസിക്കലി ഇന്ത്യൻ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്ടീവിൽ ഇന്ത്യൻ സൊസൈറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ വേറൊരാളാണ് എസ്.സി. ദൂബെ. എസ്.സി. ദൂബെ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി ഇന്ത്യൻ സൊസൈറ്റിയെ പഠിച്ചത് സ്ട്രക്ചറൽ ഫംഗ്ഷൻസിന്റെ ലെൻസിലൂടെ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം വെസ്റ്റേൺ എമർജിയുടെ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം വെച്ചിട്ടാണ് എന്ത് ചെയ്ത് പഠിച്ചിട്ടുള്ളത്, ഇന്ത്യൻ സൊസൈറ്റിയെ പഠിച്ചത്. ഇന്ത്യൻ സൊസൈറ്റി എന്താണ് എന്നുള്ളത് പഠിച്ചത് ഈ സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റിന്റെ പെർസ്പെക്ടീവിലാണ്. ഓക്കെ, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പെർസ്പെക്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പെർസ്പെക്ടീവ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പേര് പഠിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പെർസ്പെക്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഡാങ്കെ, ആരാണ് ഡാങ്കെ ആരാണ്? He is the founder of Communist Party of India. So he is the founder. Dange എന്താണ് Marxist perspective. He is not an academician. Basically sociology academician ഭാഗമായിട്ട് basically എന്ത് ചെയ്തില്ല, ഡാങ്കെ ഒരു academician ആയിട്ട് ഒരു academic ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു academician അല്ല. Okay, പക്ഷെ ഡാങ്കെ എന്താണ്, he is a basically philosopher or intellectual of that particular time who look at India in the perspective of Marxist perspective. അല്ലെങ്കിൽ കാൾ മാർക്സിന്റെ തിയറി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പെർസ്പെക്ടീവിലൂടെ ഇന്ത്യയെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബേസിക്കലി ഡാങ്കെ. അതുകൊണ്ട് നമുക്ക് പഠിക്കാനില്ല തിയറിയിൽ ബേസിക്കലി എന്താണ്, നമുക്ക് സിലബസിലൂടെ പറഞ്ഞിട്ടില്ല. ബട്ട് ഡാങ്കെ ഈസ് എ കൈൻഡ് ഓഫ് ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഫൗണ്ടർ ഓഫ് മാർക്സിസ്റ്റ് ഫോക്കസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഇന്റലക്ച്വൽ എന്ന രീതിയിൽ ഇന്ത്യനോടുള്ള പെർസ്പെക്ടീവ്സ് എന്താണ് നമുക്ക് പല സ്ഥലത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ തിങ്കറാണ് ഡി കോസാംബി. കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ സ്കോളേഴ്സ് ആണ് ബേസിക്കലി ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഡി കോസാംബി കേട്ടിട്ടില്ല? ഒരുപാട് ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട് ഡി കോസാംബി. ആൻഡ് ഡി പി മുഖർജിക്ക് എച്ച് ഇല്ല, പക്ഷെ എന്നാൽ ഡി പി മുഖർജി എന്നാണ് വായിക്കാറ്. ഡി പി മുഖർജി, പിന്നെ ബേസിക്കലി രാമകൃഷ്ണ മുഖർജി, then and finally AR ദേശായി. രാമകൃഷ്ണ മുഖർജിക്ക് എച്ച് ഉണ്ട്, AR ദേശായി, AR ദേശായാണ് ശരിക്കും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള തിങ്കർ. ഓക്കെ, നമ്മുടെ സിലബസിൽ മാത്സ് സ്കോളേഴ്സിൽ കൊടുത്തിട്ടുള്ളത് ബേസിക്കലി അവിടെ കൊടുത്തില്ല. ഇപ്പം എം.എൻ. ശ്രീനിവാസ് ആണ് ബേസിക്കലി സ്ട്രക്ചറൽ ഫംഗ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. എസ്.സി. ദുബെ കൊടുത്തിട്ടില്ല. പക്ഷെ എസ്.സി. ദുബൈയിൽ നിന്ന് UPSC ചോദിച്ചു, കാരണം UPSCന്റെ സിലബസ് പേപ്പർ 2-നെ സംബന്ധിച്ചുള്ള ഭയങ്കര എക്സോസ്റ്റീവ് സിലബസ് അല്ല. കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാൻ. പക്ഷെ ഇവരൊക്കെ എന്താണ് വളരെ ഫേമസ് ആയിട്ട് ഇന്ത്യയിലുള്ള മെയിൻ സോഷ്യോളജിസ്റ്റുകളാണ്. എസ്.സി. ദുബൈന്റെ ഒക്കെ ബുക്കുകളൊക്കെ വളരെ വൈഡ് ആയിട്ട് ജനറലായിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ ഇന്ത്യയുടെ പെർസ്പെക്ടീവ്സ് വായിക്കുന്ന ബുക്കുകൾ. എം.എൻ. ശ്രീനിവാസ് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. AR ദേശായി ആണ് ബേസിക്കലി മാത്സ് സ്കോളേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിലബസിൽ പറയുന്നത്
പക്ഷെ ഇവരുടെയൊക്കെ മുഖർജീന്റെ വ്യൂ പോയിന്റ് ഒക്കെ എന്താണ് ബേസിക്കലി നമ്മൾ പല സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട്, ചെറുതായിട്ട് ഉപയോഗിക്കാറുണ്ട് രാമകൃഷ്ണ മുഖർജിയിലേക്ക്. പക്ഷെ ഈ പേരുകളൊക്കെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓർത്തു വെക്കാനും പറ്റുന്ന പേരുകൾ തന്നെയാണ്. ഇത്രയും പേരാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത് മാത്സ് സ്കോളേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സബാൾട്ടൻ വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, ഈ സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മൾ സബാൾട്ടൻ ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്, സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന് പറയാറുണ്ട്, സബാൾട്ടൻ ഒപ്പീനിയൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സബാൾട്ടൻ വ്യൂ പോയിന്റിൽ ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന നമുക്ക് പഠിക്കാനുള്ളതാണ് ബി ആർ അംബേദ്കർ. അംബേദ്കർ ഒരു മാർക്സിസ്റ്റ് ആണ്. അംബേദ്കർ ഒരു മാർക്സിസ്റ്റ് സ്കോളർ ആണ്. ബേസിക്കലി നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ നോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ബാങ്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആരെ ഫോട്ടോ എടുത്ത് കാണാൻ പറ്റും, അംബേദ്കറിന്റെ ഫോട്ടോ അതിനകത്ത് കാണാൻ പറ്റും. സോ അംബേദ്കർ ഒരു മാർക്സിസ്റ്റ് സ്കോളർ ആണോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പേഴ്സൺ ആണോ, ഐഡിയോളജി ഉള്ള ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അംബേദ്കർ എന്താണ് മാർക്സിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു വക്താവ് പോലെ തന്നെയാണ് അംബേദ്കർ. ബട്ട് അക്കാഡമിക്കലി വെൻ യു ലുക്ക് അറ്റ് അംബേദ്കർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാർക്സിസ്റ്റ് സ്കോളർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അക്കാഡമിക്കലി അംബേദ്കർ എന്താണ് ഒരു സബാൾട്ടൻ സ്കോളർ ആണ്. എന്തുകൊണ്ടാണ് അംബേദ്കർ ഒരു സബാൾട്ടൻ സ്കോളർ എന്ന് പറയാൻ കാരണം, ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ജസ്റ്റ് ഗിവിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ. നമ്മൾ ടോപ്പിക്കിൽ ഇതുവരെ കയറിയിട്ടില്ല, ജസ്റ്റ് എന്താണ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബേസിക്കലി പല സ്ഥാനത്തിലും എന്ത് ചെയ്യുന്നത്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുവാണെങ്കിലും കുറെ വ്യൂ പോയിന്റ് മാർക്സിസ്റ്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ബേസിക്കലി ഈസ് എ സബാൾട്ടൻ. അക്കാഡമിക്കലി ഈസ് നോട്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പം അംബേദ്കർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അംബേദ്കർ മാത്സ് എന്നാണ് ബേസിക്കലി പറയുന്നത്. കാൾ മാർക്സ് പറയുന്നത് പ്രോബ്ലം ആരൊക്കെ തമ്മിലാണ്, പൂറും റിച്ചും, അല്ലെങ്കിൽ റിച്ചും പൂറും തമ്മിലാണ്. ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ പൂറും റിച്ചും തമ്മിലാണ്. ക്യാപിറ്റൽ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റും പ്രോലറ്റേറിയറ്റും തമ്മിലാണ് ഇഷ്യൂ. ഫ്യൂഡൽ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ സർഫും ലോഡ്സും തമ്മിലാണ് ഇഷ്യൂ. സോ ഇറ്റ്സ് ബേസിക്കലി പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനുമാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് ഇവരുടെ ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷെ സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് സേ ദാറ്റ് ദെർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, ഫോർ എക്സാമ്പിൾ ഇവരെ സംബന്ധിച്ചോളം റിച്ചായ മെന്നും റിച്ചായ വിമണും തമ്മിൽ എന്താണ്, അല്ല പൂറായ വിമണും തമ്മിൽ എന്താണ് പ്രോബ്ലം ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇവരിൽ കോൺഫ്ലിക്ട് ഉണ്ടാവും, ഇവരുടെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ വിമന്റെ ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിമന്റെ ഇഷ്യൂ ഈ റിച്ചും പൂറും അല്ലെങ്കിൽ ക്ലാസ് ഡിഫറൻസ് മാത്രമാണോ വിമന്റെ ഇഷ്യൂ? ഫോർ എക്സാമ്പിൾ തിങ്ക് അബൌട്ട് എ മുസ്ലിം വുമൺ. മുസ്ലിം വിമൻ എന്തായിരിക്കുന്നു, മുസ്ലിം പൂർ വിമൺ ആണെങ്കിൽ ഷി ഹാസ് ടു ഫേസ് പ്രോബ്ലം ഫ്രം റിച്ച് പീപ്പിൾ. ദാറ്റ് ഈസ് മാക്സിസ് പ്രോബ്ലം അല്ലെ. മാക്സ് എന്ത് ചെയ്യും, മാക്സിസ് പറഞ്ഞ അത്രേ ഉള്ളൂ, റിച്ചിൽ നിന്നും പൂർ എന്തായിരിക്കും പ്രോബ്ലം നേരിടേണ്ടി വരും. പക്ഷെ ഒരു മുസ്ലിം വുമൺ, ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം വുമണിനെ സംബന്ധിച്ചോളം റിച്ച് എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കാൾ മാർക്സിന്റെ വ്യൂ പോയിന്റ്. പക്ഷെ അംബേദ്കറിന്റെ വ്യൂ പോയിന്റ് നിങ്ങൾ സബാൾട്ടൻ വ്യൂ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിമൺ ഓൾസോ ഹാസ് ടു ഫേസ് ആൻ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാട്രിയാർക്കി ഫ്രം മുസ്ലിം മെൻ. മുസ്ലിം മെന്നിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഒരു കൂടുതൽ പാട്രിയാർക്കൽ സാധനം നേരിടേണ്ടി വരും. ആൻഡ് ഓൾസോ ഹാസ് ടു ഫേസ് ഡിസ്ക്രിമിനേഷൻ ഫ്രം മജോറിറ്റി റിലീജിയൻ. So she has a multiple issues compared to other women. Alle. Now think about a tribal woman. Tribal women has an issue not only because of a woman. First is there is a gender issue. Women ayadondu endu cheynu, men alla cheynu. Just because of tribal women, again she is not a part of larger society. Again she has to face multiple issues. Alle. For example, upper caste women, Muslim women issue same ആയിരിക്കോ? Upper caste women issue എന്തായിരിക്കും? She do not have to face any caste-based discrimination, but there will be Brahminical patriarchy, caste-based issues, lack of freedom. She can't go and participate in work. She can't go outside. But if she can go and do work because tribal women. If you look at tribal women are having more freedom compared to any other class. See, especially in Northeast and all, tribal women are actually empowered. They are actually നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കുന്നത്, അവരാണ് കുടുംബം നോക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാട്രിയാർക്കൽ സൊസൈറ്റി ആസ് വെൽ ആസ് എന്താണ് ട്രൈബൽ വിമൺ ആർ മോർ. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നോർത്ത് ഈസ്റ്റിലെ വിമൺ ആർ മോർ ഫാഷനബിൾ because they are like, if you go to the villages of the northeast, you can see women anywhere like 8 o'clock, 9 o'clock, you can see they are more empowered northeast part. പക്ഷെ ഇവിടെ എന്താണ്, ട്രൈബൽ വിമൺ ആർ മോർ empowered because they are, അവർക്ക് പൈസ എന്താണ്, അവർക്ക് they have to work for, every day they have to go for work. So female labor force participation ആർക്കായിരിക്കും കൂടുതൽ, ട്രൈബൽ വിമൺ ആയിരിക്കും. So subaltern view is nothing but, when you look at if ഏറ്റവും സബാൾട്ടൻ, സബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബേസിക്കലി അടിയിലുള്ളത്. സബ്വേ അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ മറ്റേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സബ്വേ എടുത്ത് തന്നെ പോവാം. വാട്ട് ഈസ് സബ്വേ മീൻസ്, ഇറ്റ് ഈസ് എ പാത്ത് അണ്ടർ, അല്ലെങ്കിൽ നമ്മൾ സബ്വേ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ട് അപ്പുറത്തെ ക്രോസ് ചെയ്ത് കയറുന്നു. സോ സബ്വേ ഈസ് സംതിങ് ഇറ്റ് ഈസ് അണ്ടർ. ഓക്കെ, താഴെയുള്ള ആളുകൾ, ദാറ്റ് ഈസ് സബാൾട്ടൻ. ഓക്കെ, വെൻ താഴെയുള്ള ആളുകൾ ഇന്ത്യയെ നോക്കുമ്പോൾ വാട്ട് ദെയർ വ്യൂ പോയിന്റ്, വിച്ച് ഈസ് നോട്ട്
subaltern viewpoint. For example, how a Muslim woman will see India. In the views of, in the eyes of Muslim woman, എങ്ങനെയായിരിക്കും ഇന്ത്യയെ കാണാൻ പോകുന്നത്. That is known as subaltern view. How a Dalit, okay, Dalit men seeing India. How a Shudra and untouchable seeing India. Shudra and untouchable are not the same. അല്ലെ? Shudra എന്താണ്? Is in the caste system. Untouchable എന്ന് പറഞ്ഞാൽ അർത്ഥം outside the caste system. Shudra is the last layer of caste system. Brahmins, Kshatriyas, Vaishyas and Shudra. ഇതാണ് Shudra. Untouchables are outside the caste system. So when, how do they see India? India എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? അവരുടെ വ്യൂ പോയിന്റ് ഓഫ് ഇന്ത്യ എന്തായിരിക്കും? That is known as subaltern viewpoint. How the ഏറ്റവും poorest poor അല്ലെങ്കിൽ not only poor, marginalized ആയ ആളുകളുടെ വ്യൂ പോയിന്റ് ഓഫ് ഹിസ്റ്ററി ആണ്. ബേസിക്കലി വ്യൂ പോയിന്റ് ഓഫ് ഇന്ത്യനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബാൾട്ടൻ വ്യൂ പോയിന്റ് എന്ന രീതിയിൽ വിളിക്കുക. സബാൾട്ടൻ വ്യൂ പോയിന്റിൽ നമുക്ക് ബേസിക്കലി B.R. അംബേദ്കർ ഉണ്ട്. B.R. അംബേദ്കർ, രഞ്ജിത്ത്, then we also need to study Gail Omelette is actually she, okay, not he. It's a woman. Okay, Gail Omelette. So ഇവരൊക്കെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്? ബേസിക്കലി സബാൾട്ടൻ വ്യൂ പോയിന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നതാണ് ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിലാണ് ബേസിക്കലി വരുന്നത് അല്ലെ? ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റില് ബേസിക്കലി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? കുറച്ചുകൂടി ഫീമെയിൽ ഓറിയന്റഡ്. എങ്ങനെയാണ് വിമൺ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയെ കാണുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സൊസൈറ്റി എന്നുള്ളതാണ് ബേസിക്കലി ആര് പറയുക? ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അടുത്ത പെർസ്പെക്റ്റീവ് ആണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. പഠിക്കാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ടൈം ലിവിംഗ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് the first thinker will be Uma Chakrabarti. So Uma Chakrabarti is talking about one concept known as Brahminical patriarchy. Okay. So നിങ്ങൾ ബേസിക്കലി ഈ ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ട്രൈബൽ വിമനെ അല്ലെങ്കിൽ ഒരു ലോവർ കാസ്റ്റ് ഒരു ബ്രാഹ്മൺ റേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ് ന്യൂസ് പേപ്പർ വരുന്നെങ്കിൽ മോസ്റ്റ്ലി ആർട്ടിക്കിളിന്റെ ഹെഡിങ് വരിക ബേസിക്കലി സ്മാഷ് ദി ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന രീതിയിലായിരിക്കും. ദ വേർഡ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ഈസ് ആക്ച്വലി given by the Uma Chakrabarti. So she is talking about how patriarchy works in the upper caste level. എങ്ങനെയാണ് വിമൺ എന്ത് ചെയ്യുന്നത്? അപ്പർ കാസ്റ്റ് ലെവലിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ബ്രാഹ്മൺ സൊസൈറ്റിയിൽ എങ്ങനെയാണ് വിമണിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ബ്രാഹ്മണിക്കൽ വിമൺ എന്ത് ചെയ്യുന്നത്? സെക്സ്വാലിറ്റി അല്ലെ? ബ്രാഹ്മൺ സൊസൈറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്സ്വാലിറ്റി ഓഫ് വുമൺ എന്താണ്? കൺട്രോൾഡ് ആണ്. ദാറ്റ് ഈസ് വൈ ബ്രാഹ്മൺ വുമൺ കനോട്ട് ഗോ ഔട്ട്സൈഡ്. ബ്രാഹ്മൺ വുമൺ എന്ത് ചെയ്യാൻ പാടില്ല? വീടിന്റെ പുറത്ത് പോകാൻ പാടില്ല, വീടിന്റെ പുറത്ത് കാണാൻ പാടില്ല. അതുപോലെ തന്നെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കോൺസെപ്റ്റിൽ എന്താണ്? ബ്രാഹ്മൺ വുമൺസിനെ ഭയങ്കരമായിട്ട് controlled ആണ്. So that concept is given by basically Uma Chakrabarti. So we need to study that. Then basically ഒരു feminist scholar ആയിട്ടിരുന്ന Leela Dubey is actually kind of follower of Uma Chakrabarti. She is talking about basically women exploitation due to caste structure തന്നെയാണ്. So she says that women as a gateway to caste. She is giving a concept women as a gateway to caste. Basically, she's saying that women who are actually the gate of to caste entry. Okay, caste entry, അല്ലെങ്കിൽ caste system entry എന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ caste system propagate ചെയ്യുന്ന ആരാണ്? Through women ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? caste system propagate ചെയ്യുന്നത്. So that is why she says that Leela Dubey says that women are the gateway to the caste. എന്തുകൊണ്ടാണ് gateway to the caste? Only through women you can enter to the caste. See, for example, there are two kinds of marriage in India: Anuloma marriage and Pradiloma marriage. Okay, we'll discuss in detail. But Anuloma marriage means when the male is from upper caste and woman is from lower caste. Pradiloma marriage is when the male is lower caste but woman is from upper caste. Is this marriage is allowed in India? Pradiloma marriage. Pradiloma marriages are not allowed. No, a lower caste man cannot marry an upper caste woman, but an upper caste man can marry a lower caste woman, which is Anuloma marriage. Okay. Pradiloma marriage എന്നല്ല ഇന്ത്യയിൽ allowed അല്ല. Why it is not allowed? Why it is not allowed? Because women are the gateway to the caste.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് എ ലോവർ കാസ്റ്റ് മെൻ എന്ത് ചെയ്യുന്നു, അപ്പർ കാസ്റ്റ് മെൻ വുമൺ എന്ത് ചെയ്യുന്നു, ജോലി കിട്ടുക, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം പ്രിസർവ് ചെയ്യുന്ന എന്തിനാണ്? ഇറ്റ് ഈസ് ടു ദ പ്യൂരിറ്റി ഓഫ് ഹ്യൂമൻ. പ്യൂരിറ്റി ഓഫ് ഹ്യൂമനിലാണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇതുവരെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നൗ യു ലുക്ക് അറ്റ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം, ഫീമെയിൽ റെസ്ട്രിക്ഷൻ ഇൻ ദി പെർസ്പെക്ടീവ് ഓഫ് കാസ്റ്റ്. നൗ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ യു ബീങ് റെസ്ട്രിക്റ്റഡ് സോ മെനി പ്ലേസസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ചെറുപ്പത്തിൽ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എപ്പോഴും നിങ്ങൾ പറയുന്നത് സ്ത്രീകളോട് എന്ന് പറയും, 6 മണി എവിടെയും കറി തെറ്റ് നടക്കരുത്, എന്തിനാ 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം അല്ലെ, ചെറുപ്പത്തിലൊക്കെ 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എവിടെയും പോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് റെസ്ട്രിക്ഷൻസ് വിൽ ബി മോർ ഓൺ വിമൻ കമ്പയർ ടു മെൻ. അല്ലെങ്കിൽ ബോയ് ചൈൽഡിനെക്കാട്ടും റെസ്ട്രിക്ഷൻസ് കൂടുതൽ എവിടെയായിരിക്കും, ഗേൾ ചൈൽഡിനായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഗേൾ ചൈൽഡ് റെസ്ട്രിക്ഷൻ വരാൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ it is through the the honor and the preservation of purity of the caste is preserved through the women. Now if you look at how the basically structural functions like that. See, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാരണം എന്താ, because you understand the words I am talking, അല്ലേ? ഞാൻ പറയുന്ന വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. So it is nothing but it's an exchange of words, or it's a kind of communication. Now you see that women is an object which can be exchanged as a gift to increase my alliance. Okay, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്റെ സൊസൈറ്റിയിൽ എന്റെ അലയൻസ് എന്ത് ചെയ്യണം, എനിക്ക് അതിന്റെ എന്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യണം, എനിക്ക് കൂട്ടണം. സോ ഹൗ ഡു ഐ ഇൻക്രീസ് മൈ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്? ബൈ എക്സ്ചേഞ്ചിങ് വിമൻ. സോ ഐ ഗീവ് വിമൻ ടു അനദർ ഫാമിലി സോ ദാറ്റ് we become friends, so that my areas of influence is wide. Now to keep that purity, women are restricted. And it is always ensured that women പുറത്തു പോയി കഴിഞ്ഞാൽ impurity ആവോ, if somebody else is going to touch, or the virginity of women should be protected by the family, so that women can be gifted to someone, so that alliance and keep ചെയ്യാൻ പറ്റും. When you look at it in that perspective, you make sense that why women are more restricted in India and why women are considered as an object. Because women role എന്താണ്, to reproduce the caste. Caste എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക്കലി ലീല ദൂബെ പറയുന്നത് ബേസിക്കലി എന്താണ്, വിമൺ ഈസ് ബേസിക്കലി യൂസ്ഡ് ആസ് എ ഗേറ്റ് വേ ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഡു വി ഹാവ് എ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യ, ശരിക്കും ഒരു കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? വാട്ട് ഈസ് മാരേജ്? ഹാവിംഗ് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക, അതല്ല മാരേജ് എന്ന് വിളിക്കുക. But we used to say that love marriage and arranged marriage, which is only there in India. This classification, everywhere there is only one marriage, which is love marriage. Because how do you have in US or US there is no system, there is no system of caste system. You don't have to preserve your caste. So women, parents in UK or US are not concerned with the purity of the women. Or they're not having any problem with having they don't want to preserve the virginity of women. They're not concerned about that. Is why the women in UK, US having more freedom compared to women in India. അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ പുറത്തിറങ്ങി നടക്കാം, അവർക്ക് എന്ത് ചെയ്യാൻ ആളുകളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാം. പക്ഷെ എന്താണ് അവിടെ പ്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ലവ് മാരേജ് ഈസ് ആക്ച്വലി ഇൻവെന്റഡ് ഇൻ USA, ബട്ട് അറേഞ്ച് മാരേജ് ഈസ് മെയ്ഡ് ഫോർ ഇന്ത്യ. ഇന്ത്യയിൽ അവർ വന്ന സമയത്ത് ഇവർ ഇവിടുത്തെ മാരേജ് സിസ്റ്റം നോക്കിയപ്പോൾ ഒരു സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെയൊന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജിന്റെ സമയത്ത് ഈവൻ ഈ പതി ഉണ്ടല്ലോ, പതി മീൻസ് ഹസ്ബൻഡ് കാൺ സീ ദ ഫേസ് ഓഫ് വൈഫ്. അത് വീട്ടിൽ കൊണ്ടുവന്നതിന് ഫസ്റ്റ് നൈറ്റ് ആവുമ്പോഴാണ് ബേസിക്കലി എത്തിയ ഈ ഭാര്യന്റെ മുഖം കാണാം. അതേപോലെ തന്നെ ഈ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഹസ്ബൻഡിനോട് വർത്താനം പറയാൻ പാടില്ല, അല്ലെങ്കിൽ പേര് വിളിക്കുക. ഹസ്ബൻഡ് പേര് വിളിക്കുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡിസ്റെസ്പെക്ട്. സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം ഹസ്ബൻഡിന് പേര് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവര് പേര് പറയില്ല. അവര് ബേസിക്കലി ഇപ്പൊ നമ്മള് അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അമ്മമാര് ഇതൊരു അച്ഛന്മാരെ പേര് വിളിക്കാൻ പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അച്ഛൻ ഇപ്പൊ രാഘവ അങ്ങോട്ട് വാ, രാഘവോ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്ത് വിളിക്കാം? മക്കളുടെ അച്ഛൻ, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഈ അക്ഷരമാലകളാണ് പൊതുവെ നമ്മൾ അമ്മമാര് യൂസ് ചെയ്യുന്ന പേര് വിളിക്കില്ല. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഡിസ്റെസ്പെക്ടിങ്. See, calling somebody's name in Hindi is actually disrespect. Okay. അപ്പൊ ബേസിക്കലി എന്താണ് ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് പേര് വിളിക്കുന്ന ആളുകൾ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇന്ത്യയിൽ എന്താണ് ബേസിക്കലി ലവ് മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇന്ത്യയിൽ ഒരു മാരേജ് വിച്ച് ഈസ് അറേഞ്ച് മാരേജ്, വിച്ച് ഈസ് ആക്ച്വലി മെയ്ഡ് ഫോർ ഇന്ത്യ എന്നുള്ളതാണ് പറയാം. കാരണം ഈ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് സിസ്റ്റം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. സോ ഇത്രയും പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ സോഷ്യോളജിയെ വെസ്റ്റേൺ വ്യൂ പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ബേസിക്കലി ഇനി പഠിക്കാൻ പോകുന്നത്.
അല്ല, ലീല ദുബെ മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് സാവിത്രിബായി ഫുലെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സാവിത്രിബായി ഫുലെ is basically dealing with Dalit women. Okay, she is also an kind of strong sociologist, but she is contributing in a women perspective. സബാൽട്ടൻ വിമനെ സംബന്ധിച്ചോളം വിമന്റെ എംപവർമെന്റ് സാവിത്രിബായി ഫുലെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ പെർസ്പെക്ടീവ് ഒക്കെ എന്ത് ചെയ്യണം, ബേസിക്കലി നിങ്ങൾക്ക് ഇതിനകത്ത് കുറെ സാധനം പഠിക്കാനുള്ളത് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി അതിന്റെയും ബേസിക്കലി എന്തായാലും മിക്സഡ് ആണ് കേട്ടോ. കാരണം ഇന്ത്യൻ സോഷ്യോളജി തന്നെ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ മിക്സ്ഡ് ആയി കിട്ടും. So these are the Western perspective in which you can study Indian sociology. Next is basically Indian perspective. ഇന്ത്യൻ പെർസ്പെക്ടീവിൽ പഠിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇന്ത്യക്കാർ പഠിക്കുക എന്നുള്ളതായിരിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യന്റെ വ്യൂ പോയിന്റിൽ ഇന്ത്യനെ പഠിക്കുക എന്നുള്ളതായിരിക്കും. ഇന്ത്യൻ പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബേസിക്കലി ഇതുവരെ ഞാൻ പറഞ്ഞു വെസ്റ്റേൺ പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേണിന്റെ എന്തായ തിയറിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻസും അല്ലെങ്കിൽ ഫോറിനേഴ്സോ ആരെങ്കിലും ഒക്കെ പഠിച്ചതായിരിക്കും. ഇന്ത്യക്കാർ പഠിക്കുന്നത് ശ്രീനിവാസൻ ഇന്ത്യനാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഒരു ഫോറിനറിനും എന്ത് ചെയ്യാൻ പറ്റും, വെസ്റ്റേൺ പെർസ്പെക്ടീവ് മാക്സ് സ്കോളേഴ്സിന് മാക്സ് ഇന്ത്യയെ പറ്റി ഒന്ന് ജസ്റ്റ് ഏഷ്യാറ്റിക് സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ബേസിക്കലി ബുക്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇന്ത്യൻ സ്കോളറെ സംബന്ധിച്ചോളം ഇന്ത്യൻ പെർസ്പെക്ടീവ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ബൈ ഇന്ത്യൻസ്. ഇറ്റ് ഓൺലി മെൻ ദാറ്റ് ഇറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ഇന്ത്യ ത്രൂ ദി ഇന്ത്യൻ പെർസ്പെക്ടീവ്. ആ ഇന്ത്യൻ പെർസ്പെക്ടീവ് തന്നെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തിരിക്കാം. അമേരിക്കൻസ് ഇന്ത്യനെ കാണുന്ന വ്യൂസ് വേറെയാണ്, യൂറോപ്യൻസ് ഇന്ത്യനെ കാണുന്ന വ്യൂസ് വേറെയാണ്, അതുപോലെ ഇന്ത്യൻസ് ഇന്ത്യനെ കാണുന്ന വ്യൂസ് എന്താണ്, ബേസിക്കലി ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യന്റെ വ്യൂവിൽ തന്നെ ഇന്ത്യനെ കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. ഒരു ഫോറിനർ ഇന്ത്യനെ കാണുമ്പോഴും ഇന്ത്യക്കാരൻ ഇന്ത്യനെ കാണുമ്പോഴുള്ള ഡിഫറൻസ് എന്തായിരിക്കും, ബേസിക്കലി ഡിഫറെന്റ് ആയിരിക്കില്ലേ. എങ്ങനെയായിരിക്കും? പലരും ഒരു ഫോറിനർ ഇന്ത്യയിലേക്ക് വന്നു, ബ്രിട്ടീഷേഴ്സോ ഫ്രഞ്ചുകാരോ പോർച്ചുഗീസ്, ഇവർക്ക് ഇന്ത്യൻ സൊസൈറ്റി വന്നു അടിപൊളി ഇഷ്ടമായി. ആൻഡ് ദേ ആർ ഓൾസോ ആക്ച്വലി ഭയങ്കര നോളജ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറെ ആളുകളാണ് അല്ലേ. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അവർ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് ഇന്ത്യ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരിവിടെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് പോയി ചോദിക്കില്ലേ, ബേസിക്കലി ഇപ്പോഴും വന്നു അല്ല ഇതിപ്പോ എന്താണ് ഇവിടുത്തെ കഥ, എന്താണ് ഇവരിങ്ങനെ നമ്മളെ കാണുന്ന വഴിപാട് നടക്കുന്നത്, ഇവരെന്താണ് മേൽമുണ്ട് ധരിക്കാത്തത്, നിങ്ങൾ എന്താ മേൽമുണ്ട് ധരിക്കുന്നത്, അവരെന്താ ഡ്രസ്സ് ഇടാത്തത്, ഇവരെന്താ ഈ പെണ്ണുങ്ങൾ എന്താ പുറത്തിറങ്ങാത്തത്, ആ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അത് ആലോചിക്കുക, ആദ്യമായിട്ട് ഇന്ത്യ വരുന്നതാണ് ഫുൾ കാസ്റ്റ് ഉള്ള സൊസൈറ്റി. അത് വരുമ്പോൾ ഈ സ്ട്രക്ചർ എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇന്ത്യൻ സൊസൈറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. അതായത് ദേ നീഡ് എ ഗൈഡ് അല്ലെ, ഒരു ഗൈഡ് വേണം. ഗൈഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ സൊസൈറ്റി അവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരാൾ പറഞ്ഞു കൊടുക്കണം. ആശാനെ സൈപ്പ ഇതെന്താണ്, നമ്മുടെ കാസ്റ്റ് ആണ്, ഇത് അപ്പർ കാസ്റ്റ് ആണ്, ലോവർ കാസ്റ്റ് ആണ്, ഞങ്ങൾ തമ്മിലുള്ള ആചാരങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലെത്തിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലെ. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രാഹ്മിൻസിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ബ്രാഹ്മിൻസ് സൊസൈറ്റിയെ പറ്റി പറയുമ്പോൾ ഏത് വ്യൂ പോയിന്റ് ആയിരിക്കും പറയാം. ബ്രാഹ്മിൻസ് വിൽ ടെൽ ദി ഇന്ത്യൻ സൊസൈറ്റി അബൌട്ട് ഇൻ ദ ബ്രാഹ്മിക്കൽ പെർസ്പെക്ടീവ്. ബ്രാഹ്മിൻസിന് എന്താണോ ഇന്ത്യൻ സൊസൈറ്റി അതല്ലേ പറയും. ഇപ്പൊ ലോവർ കാസ്റ്റിനോട് പോയിട്ടാണ് ചോദിക്കുന്നത്, ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി മോൺസ്റ്റേഴ്സ്, ദേ എക്സ്പ്ലോയിറ്റ് us, they say that God is there and they say that like you know we have to work for free. അപ്പൊ ഇവര് അജിറ്റേറ്റ് കളിക്കും. ഇവര് ബ്രാഹ്മണനെ സംബന്ധിച്ചോളം ഇന്ത്യൻ കാസ്റ്റ് നല്ലതായിരിക്കും മോശമായിരിക്കും? നല്ലതായിരിക്കും. കാരണം ഇറ്റ് ഈസ് ബെനിഫിറ്റ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദം. No, it is benefited. ആരും ബെനിഫിറ്റ്, they are also getting benefit out of it and they created Indian caste system അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ എന്തായിരിക്കും, എന്തിലൂടെ ആയിരിക്കും പറയാ, ഇന്ത്യൻ സൊസൈറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വായിക്കണം? You should go read Vedas, you should read Ramayana. That is the perspective of Indian society. ഇന്ത്യൻ സൊസൈറ്റി മനസ്സിലാക്കണമെങ്കിൽ വേദാസ്, ഉപനിഷത്ത് അല്ലെ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ രാമായണാസ് അല്ലെങ്കിൽ മഹാഭാരത ഇത് വായിക്കണം. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ഇവർക്ക് വായിക്കാൻ പറ്റുമോ ബ്രിട്ടീഷുകാർക്ക് ഡയറക്റ്റ് വിട്ട്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം? They need to first understand Sanskrit. They have to learn Sanskrit. അപ്പൊ ലേൺ സാൻസ്ക്രിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വിതൗട്ട് ഹെൽപ്പ് യു കാൻ സ്റ്റഡി. സോ സ്വാഭാവികമായിട്ട് ബ്രാഹ്മിൻസിന്റെ ഹെൽപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ എടുത്തിട്ടുണ്ട്. ആൻഡ് ബൈ ആഫ്റ്റർ ലേണിംഗ് സാൻസ്ക്രിറ്റ് they understood that there no more need help because they started reading the books. അപ്പൊ ഈ ബുക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പിന്നെ ഇനിഷ്യലി എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ആൻഷ്യന്റ് സൊസൈറ്റിയെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എന്താണെന്നുള്ളത് ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് ആദ്യം തന്നെ ഇത് പഠിക്കുക. വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഓർ വെരി മച്ച് liked by Indian society and its culture അല്ലെ. പഠിക്കാൻ വേണ്ടി ഇവർ ആദ്യം എന്താ ചെയ്തത്, എന്തായിരുന്നു ബേസിക്കലി സൊസൈറ്റി പഠിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്തത്? Who studied Indian society first? I'll give you the name, then you'll say what please. William James.
വില്യം ജെയിംസ് എന്ത് ചെയ്തു? He was one of the first to study Indian society. Indian society പറ്റി പഠിച്ചു. ഇയാൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ പേരെന്താണ്? Asiatic Society. Asiatic Society. So they created a society known as Asiatic Society. Why they created Asiatic Society? They need to have a collaboration. കുറച്ച് ആളുകൾ എന്തെങ്കിലും കൂടി ഏഷ്യയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. പക്ഷെ വലിയ JNU പോവാ, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഏഷ്യാറ്റിക് സ്റ്റഡീസ്, ഓക്കെ, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. അതായത് സബാൾട്ടൻ താഴോട്ട് ഇറങ്ങി എന്ത് ചെയ്യുന്നത്? വ്യൂ പോയിന്റ് ഓഫ് ഈസ്റ്റിന്റെ ഹിസ്റ്ററി എന്താണ്, ഈസ്റ്റിനെ പറ്റിയുള്ള സ്റ്റഡീസ് എന്താണ് എന്നതാണ് ഏഷ്യാറ്റിക് സ്റ്റഡീസിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലും അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കാണാം. അങ്ങനെയുള്ള ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഇനിഷ്യൽ എന്ത് ചെയ്യുന്നു? ഇവര് കൊടുക്കുന്നു. എന്താ സ്റ്റാർട്ട് ചെയ്ത ഏഷ്യാറ്റിക് സൊസൈറ്റി? 1784. They are basically എന്താണ്? ഓറിയന്റൽ സ്കൂൾ അല്ലേ? They wanted to have basically എന്താണ്? They wanted to have how the India ഈസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? അവർക്ക് അറിയണം. അപ്പം ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഏഷ്യാറ്റിക് സൊസൈറ്റിന്റെ ഇയാളാണ് ബേസിക്കലി വില്യം ജോൺസ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? വേദാസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, so he translated Vedas into English. He understood, studied English Vedas. അതേപോലെ തന്നെ വിൽക്കിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കിൻസ് ബേസിക്കലി ഈസ് ഓൾസോ സ്റ്റഡിങ് ഏഷ്യാറ്റിക് ബുക്സ്. വിൽക്കിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഏഷ്യാറ്റിക് ബുക്സ് ഉണ്ടാക്കുന്നു. ഏഷ്യാറ്റിക് റിസർച്ച് പേപ്പർ എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ് ഇവരുടെ ജേണൽ കേട്ടോ. ഇത് ഫിലിംസിനാണ് ഇമ്പോർട്ടന്റ്, സോഷ്യോളജിക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഏഷ്യാറ്റിക് റിസർച്ച് എന്ന് പറയുന്നതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിന്റെ ജേണൽ. ബേസിക്കലി ഏഷ്യാറ്റിക് സൊസൈറ്റി കൊടുക്കുന്ന ജേണലാണ്. ഫിലിംസിൽ ചോദിക്കാം, അല്ലാതെ. So one thing, they started understanding about Indian society, but they started understanding Indian society in the perspective of empowerment. That you by reading Sanskrit books such as Vedas, Upanishads, basically Manusmriti. They started understanding Indian society through Ramayana, Mahabharata. ഇതൊക്കെ വായിച്ചിട്ടാണ് ബേസിക്കലി ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള വ്യൂ പോയിന്റ് അവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ വ്യൂ പോയിന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യൂ പോയിന്റ് പ്രശ്നമുണ്ട്. എന്ത് വ്യൂ പോയിന്റ് ആണ്? ബ്രാഹ്മണിക്കൽ വ്യൂ പോയിന്റ് ആണ് ഒന്നാമത്. ഈ ബുക്ക് വായിച്ചുള്ള വ്യൂ പോയിന്റ് ആണ്. രണ്ടാമത് എന്താണ്? ഇത് ബുക്ക് വ്യൂ ആണോ പ്രാക്ടിക്കൽ വ്യൂ ആണോ? കാരണം ഇത് കംപ്ലീറ്റ്ലി ബുക്ക് വ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കാസ്റ്റ് ഇന്ത്യയിൽ കാണാൻ പറ്റും. എത്ര കാസ്റ്റുകൾ ഇന്ത്യയിൽ? 4 കാസ്റ്റുകൾ. ബ്രാഹ്മിൻസ് ഉണ്ട്, ക്ഷത്രിയാസ് ഉണ്ട്, അതുപോലെ വൈശ്യാസ് ഉണ്ട്, ശൂദ്രാസ് ഉണ്ട്. ഇതാണ് ബുക്ക് വ്യൂ. ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ചുള്ള ഇന്ത്യയിൽ 4 കാസ്റ്റുകൾ. കാരണം അയാൾ വായിച്ച ബുക്ക് 4 കാസ്റ്റുകൾ. പക്ഷെ വെൻ യു ലുക്ക് അറ്റ് ദ പ്രാക്ടിക്കാലിറ്റി, കാസ്റ്റസ് ആർ മോർ ദാൻ 1.5 lakh കാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാസ്റ്റ് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. they themselves identify in the 2011 കാസ്റ്റ് സെൻസസിൽ എന്താണ് അറൌണ്ട് 1.5 lakh 2011 കാസ്റ്റ് സെൻസസ് പ്രകാരം 1.5 lakh ഡിഫറെന്റ് കാസ്റ്റുകളാണ് പീപ്പിൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാസ്റ്റുകൾ പ്രാക്ടിക്കാലിറ്റിയിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ ബ്രാഹ്മിൻസും ഒന്നുമല്ല, സബ് കാസ്റ്റ് അല്ലെ? ബ്രാഹ്മിൻസ് തന്നെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ നമ്പൂതിരീസ് ആർ ദ ടോപ്പ്. അയ്യങ്കാർസ്, ആര്യങ്കാർസ് ഒക്കെ താഴെയാണ്. നമ്പൂതിരീസ് വിൽ നോട്ട് മാരി അയ്യങ്കാർസ് ഓർ ആര്യങ്കാർസ് കല്യാണം കഴിക്കില്ല. ബിക്കോസ് അയ്യങ്കാർസ് അല്ലെങ്കിൽ നമ്പൂതിരി കാണുന്ന അയ്യങ്കാർസ് എന്താണ്? ലോവർ കാസ്റ്റ് ആണ്. ഓക്കെ, ക്ഷത്രിയാസിൽ തന്നെ ഇല്ലേ? മേനോനുണ്ട് അല്ലെ? ക്ഷത്രിയാസ് മേനോനുണ്ട്, നായരുണ്ട് അല്ലെ? പിന്നെ ഏതാ ഉള്ളത്? കുറുപ്പുണ്ട്. ഇതൊക്കെ എന്താണ്? ക്ഷത്രിയ കാസ്റ്റുകളാണ്. പക്ഷെ ഇവര് തമ്മിൽ എന്താണ്? ഇവര് തമ്മിൽ ഈക്വൽ ആയിട്ട് ഇവരും ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഡിഫറെന്റ് സബ് കാസ്റ്റ്. ഇതെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാം വായിച്ചിട്ടുള്ള എന്താണ്? They all read the Indian history through the book view. So book വ്യൂയിലൂടെയാണ് ബേസിക്കലി ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ബുക്ക് വ്യൂയിലൂടെ കാണുക, അല്ലെങ്കിൽ ബുക്ക് വ്യൂവിൽ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they used books such as Vedas, Upanishads, Ramayana, Mahabharata. They're trying to understand Indian society through these books, and by studying Indian society through the traditional Sanskrit book, Indian society പഠിക്കുന്ന വ്യൂ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? Indology. Okay.
ഇൻഡോളജി മീൻസ് സ്റ്റഡിങ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ബുക്സ്, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ബുക്സുകളോ ഇങ്ങനെയുള്ള ഈ ബുക്ക് വേദാസ്, ഉപനിഷത്ത്, രാമായണ, മഹാഭാരത ഇതൊക്കെ വെച്ചിട്ട് ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുന്ന വ്യൂ പോയിന്റ് ഞാൻ ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ഇൻഡോളജി എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ബേസിക്കലി സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ബുക്സ് എന്നാണ് ബേസിക്കലി ഇൻഡോളജി എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ സിലബസിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവിലൂടെ ഇന്ത്യൻ സൊസൈറ്റി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നു. ആ ഇന്ത്യൻ സൊസൈറ്റിയിൽ ബേസിക്കലി ഈ നോട്ട്സ് ചെയ്യാൻ എന്ത് ചെയ്യാം, ബേസിക്കലി ഇതിന്റെ പ്രിന്റ് ബുക്ക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് കിട്ടിയിട്ടില്ല. ഈ അടുത്ത ആഴ്ച ഫസ്റ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ ബുക്ക് കിട്ടിയായിരിക്കും. അതുവരെ ഞാൻ എന്ത് ചെയ്യാൻ ഹാൻഡ് തരാം. എനിക്ക് പ്രിന്റ് എടുക്കാൻ സമയം കിട്ടിയില്ല. നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്യാൻ പേപ്പർ ബുക്ക് തരാട്ടോ. സോ ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് ഗുലിയയിലേക്ക് വരാം. ഗുലിയ ഈസ് എ ഇൻഡോളജിക്കൽ പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യൻ സോഷ്യോളജി, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇന്ത്യയിൽ സോഷ്യോളജിന്റെ ഫൗണ്ടേഷൻ ഗുലിയ. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി എന്നാണ് ഗുലിയനെ വിളിക്കുന്നത്. അതിന് മുമ്പ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇൻഡോളജി. സോ ഇൻഡോളജിയിലൂടെയാണ് ബേസിക്കലി ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട് ആദ്യം വെസ്റ്റേണേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇൻഡോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. ഇന്ത്യൻ സൊസൈറ്റി എന്ത് പഠിക്കുകയാണ്, ത്രൂ ബുക്സ്, ബുക്സിലൂടെ അല്ലെങ്കിൽ ട്രഡീഷണൽ, എന്ത് ബുക്കിലൂടെയാണ്, ട്രഡീഷണൽ സാൻസ്ക്രിറ്റ് ടെസ്റ്റിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് എന്ന് വിളിക്കുക. So indological perspective refers to Indian, study of Indian society or culture, focusing on the historical and textual traditions. Historical and textual tradition. Historical books and textual traditionലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സൊസൈറ്റി പഠിക്കുന്നു. ഇങ്ങനെ സൊസൈറ്റി പഠിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആര് എഴുതിയതാണ്, ബ്രാഹ്മൺസ് എഴുതിയതാണ്. ആൻഡ് മോസ്റ്റ്ലി ദീസ് ഓൾ സപ്പോർട്ട് ബ്രാഹ്മണിക്കൽ വ്യൂ പോയിന്റ്. ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് എന്ത് ചെയ്യും, ഈ ബുക്കുകളെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മഹാഭാരതം വായിക്കുകയാണെങ്കിൽ, രാമായണം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, there is no mention of tribals. അല്ലെങ്കിൽ ട്രൈബൽസിന്റെ ലൈഫ് ഓഫ് കൾച്ചർ അതിനകത്ത് മെൻഷൻ ചെയ്തില്ല. ട്രൈബൽസിന്റെ വ്യൂ പോയിന്റ് എങ്ങനെയാണ് സൊസൈറ്റി എന്നുള്ള മെൻഷൻ ചെയ്തില്ല. ഇപ്പൊ ശൂദ്രാസ് ഹാസ് ടു ഡു ദിസ് വർക്ക്. പക്ഷെ ശൂദ്രാസ് എങ്ങനെയാണ് ഇതിൽ നിന്ന് സഫർ ചെയ്യുന്നതോ ഈ സൊസൈറ്റിയിൽ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നതിനെ പറ്റി ആരും മെൻഷൻ ചെയ്തിട്ടില്ല, ഈ ബുക്കുകളിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒരു സൊസൈറ്റിയിൽ വളരെ മൈനോറിറ്റി ക്ലാസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇവര് ബുക്കിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഈ ബ്രിട്ടീഷേഴ്സ് വന്ന്, അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് ബ്രിട്ടീഷേഴ്സ് വന്ന് ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം പഠിക്കുമ്പോൾ ദേ വാണ്ടഡ് ടു സംഹൗ ലിങ്ക്, കാരണം അവർക്ക് ഇന്ത്യൻ ട്രഡീഷൻ ഭയങ്കര ഇഷ്ടമായി. സാൻസ്ക്രിറ്റ് ഭയങ്കര രസം, കഥകള്, കഥ മറ്റൊരു കൃഷ്ണപ്പൻ തമ്പ് ചെയ്ത മോനെ മറ്റൊരു കഥ പറഞ്ഞില്ല, ഊരി വെക്കുന്നു, അങ്ങനെ ഭയങ്കര രസം ഇല്ലേ. ഒരു ബേസിക്കലി ഫിക്ഷൻ വായിക്കുന്ന ഒരു രസം ഉണ്ടാവും. ഭാരതം ഫിക്ഷൻ. സോ ബേസിക്കലി എന്താണ്, അത്രയും രസകരമായിട്ടുള്ള രീതിയിൽ ഒരു വെസ്റ്റേൺ മൂവിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ട് എന്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ച് മറ്റന്മാർക്ക് ഇല്ലേ, they have to find some kind of link. ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ബന്ധമുണ്ടെന്ന് പറയും പഠിക്കണം. അത് ഈ സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടായത്. ഫസ്റ്റ് they found that there is one linkage which is language. ലാംഗ്വേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വെസ്റ്റേൺ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റി ലിങ്ക്ഡ് ആണ് എന്നുള്ളത് ഇവർ ആദ്യം കണ്ടെത്തുന്നത്. ബിക്കോസ് they say that it is ഇന്ത്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്താണ്, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ജർമ്മൻ അല്ലെ, അല്ലെങ്കിൽ യൂറോപ്യൻ ലാംഗ്വേജുമായിട്ട് എന്താണ് വളരെ ക്ലോസ്ഡ് ആണ്. പല വേർഡ്സും സാൻസ്ക്രിറ്റിലുള്ള പല വേർഡ്സും ജർമ്മനിലുള്ള പല വേർഡ്സും ആക്ച്വലി എന്താണ്, സിമിലർ വേർഡ്സ് ആണ്, ഒരേ വേർഡ്സ് ആണ്. ആൻഡ് then they found that we Brahmins actually the part of Aryans came from German. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കണ്ടത് റൂട്ട്സിനെ കണ്ടെത്തുന്നത്. ജർമ്മനിലൂടെയാണ് ഇവർ വന്നത്, ആര്യൻസ് ആണ് വന്നത്, കണ്ടത് ലാംഗ്വേജ് സെയിം ആണ്. അതുകൊണ്ട് എന്താണ് ബേസിക്കലി ഓൾസോ ആൻഡ് ദാറ്റ് ഈസ് ദ ബ്രാഹ്മിൻസ് ഡൊമിനേഷൻ ഓൾസോ. വൈറ്റ് മാൻ സുപ്പീരിയർ രീതിയിൽ ആരും മുകളിൽ വരും, ആര്യൻസ് ആയിട്ട് വരും. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് ഇവര് ആര്യൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ബ്രാഹ്മിൻസ് ജർമ്മനി പോയിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലറും നിങ്ങളെ കൊണ്ടുവരായിരുന്നു. ബേസിക് വന്ന് ഞാനും ആര്യനാണ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് രക്ഷപ്പെട്ടത്. അപ്പൊ these approach, basically Indo-European approach എന്ന് പറഞ്ഞാൽ interpreting the Indian society through religious texts, ancient or legal historical documents, literary work like Puranas, Smriti, Ramayana, Mahabharata, Vedas, ഉപനിഷത്ത് ഇതിലൂടെയൊക്കെ ചെയ്യുന്നു സൊസൈറ്റിയെ മനസ്സിലാക്കുന്നു, rather than relying on field work or empirical methods. The problem എന്താണ്, they are not visiting any field. രാവിലെ ഇരിക്കുന്നു, they are basically armchair scholars ആണ്. രാവിലെ വരുന്നു, രാമായണം വായിക്കുന്നു, ഇന്ത്യൻ സൊസൈറ്റി അടിപൊളി, ഇന്ത്യൻ സൊസൈറ്റി പുറത്തിറങ്ങി എന്ത് ചെയ്യില്ല, സൊസൈറ്റി ശരിയാണോ, ഇങ്ങനെയാണോ സൊസൈറ്റി, ബേസിക്കലി ശരിയാണോ നമ്മൾ എന്ത് ചെയ്താൽ മതി. ഇപ്പൊ ഇങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം, ഇതാണ് കാസ്റ്റ് സിസ്റ്റം, നമ്മൾ ബുക്കി പഠിച്ചു. നൗ യു ജസ്റ്റ് ഹാവ് ടു ഗോ ടു സൊസൈറ്റി ആൻഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെ, ഇങ്ങനെ തന്നെയാണോ ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും ശൂദ്രാസ് തന്നെയാണോ, അല്ല എല്ലാ സ്ഥലത്തും ബ്രാഹ്മിൻസിനാണോ ഡൊമിനൻസ് എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആക്ച്വൽ വ്യൂ പോയിന്റ് എന്താണ്, തെറ്റായിരിക്കും. പല സ്ഥലത്തും പലതായിരിക്കും. നമ്മൾ പഠിക്കും പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് പല സൊസൈറ്റി മാറുന്നത്.
അപ്പൊ ഫീൽഡ് വ്യൂ അല്ല, അതേപോലെ തന്നെ എംപിരിക്കൽ മെത്തേഡും അല്ല. ദാറ്റ് മീൻസ് ഇവരെന്ത് ചെയ്തിട്ടില്ല, പ്രാക്ടിക്കലി ഈ സ്റ്റഡീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ബുക്കിൽ എന്ത് എഴുതി വെച്ചോ ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി ആരുണ്ടാക്കിയിട്ടുള്ളൂ, യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവില് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. So they consider Indian society as a unique and distinct theory and concept for understanding rather than applying Western framework. Indological viewpoint എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റി വെസ്റ്റേൺ സൊസൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ തിങ്കർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷൻസോ മാത്സ് കോളൻസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ യൂണിക് സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം ഈസ് ഓൺലി എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഇവിടെ ഇല്ല, യൂറോപ്പിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല. ദേ ഹാവ് എ സ്റ്റേറ്റ് സിസ്റ്റം which is again based on profession rather than the result of birth related. But mostly എന്താണ് 3 സ്റ്റേറ്റുകളായിട്ടാണ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളൂ. പക്ഷെ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യ എന്താണ് ബേസിക്കലി സേക്രഡ് ആണ്. അപ്പൊ കാസ്റ്റ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു യൂണീക് സിസ്റ്റം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഫ്രെയിംവർക്ക് പോലെയുള്ള മാർക്സിസ്റ്റ് കോളങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷൻസ് വെച്ചിട്ടോ ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി എന്തല്ല, റൈറ്റ്ഫുൾ ആയിട്ടല്ല. അല്ല, ഇത് എന്താണ് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആണ്. ബിക്കോസ് ഇന്ത്യൻ സൊസൈറ്റി കൾച്ചേഴ്സ് ആർ റൂട്ടഡ് ഓൺ റിലീജിയൻ, കൾച്ചേഴ്സ് ആർ റൂട്ടഡ് ഓൺ ആൻഡ് സ്പെഷ്യൽ കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ആൻഡ് വൺ യൂണിക് കോൺസെപ്റ്റ് ആൻഡ് ട്രഡീഷൻസ് ആണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് പഠിക്കണം. ആൻഡ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് സ്ട്രക്ചർ ട്രഡീഷൻ ഓവർ ദി സജസ്റ്റഡ് സൊല്യൂഷൻ ഫോർ കണ്ടംപററി ഇഷ്യൂ. അവൻ ബേസിക്കലി എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റിയിൽ പഠിച്ചിട്ട് പ്രോബ്ലം, ഇന്ത്യൻ സൊസൈറ്റിയിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതല്ല ഇന്ത്യൻ ഇൻഡോളജിസ്റ്റ് ചെയ്യുന്നത്. rather what they do, they just understand Indian society through the viewpoint of traditional books. They wanted to understand, but solution കൊടുക്കണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദളിത് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ദളിത് ഹാസ് ടു സഫറിംഗ്, but they don't give solution how the suffering can be ended, or like society is better ആകുന്ന സജഷൻ അവർ കൊടുക്കില്ല. They just only understand that okay, ദളിത് are suffering, or they will only see in the perspective there is suffering എന്നല്ല. താമസിച്ചാണ് ദളിത് ആണല്ലോ, they are enjoying being ദളിത്. because Brahmins എന്താ എഴുതി വെച്ചിട്ടുണ്ടാവുക, they are done some past bad karma, because of that you born as Dalit അല്ലെ. നിങ്ങൾ നല്ല രീതിയിൽ ജനിച്ചിട്ട് ബ്രാഹ്മണനായിരുന്നു, ഡബിൾ ബോൺ ആണ് അല്ലെ. അപ്പൊ മറ്റേതെന്താണ്, ലോവർ സിംഗിൾ ബോൺ ആണ്. അപ്പൊ ബ്രാഹ്മണൻ വ്യൂ ആയിട്ട് ലാസ്റ്റ് കർമ്മയില് എന്തോ തെറ്റ് ചെയ്ത് മനുഷ്യനാണല്ലോ ലോവർ കാസ്റ്റിൽ അനുഭവിക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സ്ട്രക്ചറൽ ട്രഡീഷൻസ് എന്ത് ചെയ്യുന്നു, അതിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നു, ഇൻഡോളജി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുതാൻ ബേസിക്കലി അണ്ടർസ്റ്റാൻഡിംഗ് ദി റിയൽ വേൾഡ് പ്രോബ്ലംസോ അല്ലെങ്കിൽ കണ്ടംപററി ഇഷ്യൂസോ ഒന്നും നോക്കുന്നില്ല. അത് ഇൻഡോളജിയിൽ മേജർ ആയിട്ടുള്ള തിങ്കറാണ് ബേസിക്കലി ജി.എസ്. ബുലിയ എന്ന് പറയുന്നത്. ജി.എസ്. ബുലിയ നമുക്ക് പഠിക്കാറുണ്ട്. ആൻഡ് ഹി ഓൾസോ ബേസിക്കലി സോഷ്യോളജി അനാലിസിൽ കാസ്റ്റ്, ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാസ്റ്റ്, റിലീജിയൻ, കിങ്ഷിപ്പ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യൻസ് മാത്രം പഠിക്കുകയല്ല, ഇൻഡോളജി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫോറിനേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ മേജർ തിങ്കർ നമ്മൾ പഠിക്കാനുള്ളതാണ് ലൂയിസ് ഡുമോണ്ട്. ലൂയിസ് ഡുമോണ്ട് ബേസിക്കലി ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കുന്നുണ്ട്. സോ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ലൂയിസ് ഡുമോണ്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ബുക്കിഷ് വ്യൂ. ഓക്കെ, സോ ലൂയിസ് ഡുമോണ്ട് പഠിക്കുന്നത് കാസ്റ്റ് സിസ്റ്റം ത്രൂ റിലീജിയസ് ലെൻസസ്. ദെൻ ഇരാവതി കാർവെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പർ കൊണ്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാമിലിയിലെ ചാപ്റ്റർ കിൻഷിപ്പിനെ പറ്റി പഠിക്കാൻ വേണ്ടി. സോ കിൻഷിപ്പ് പാറ്റേൺ, സൊസൈറ്റിയിൽ എങ്ങനെയാണ് കല്യാണങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാൻ. കിൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ്, ഫാമിലി റിലേഷൻ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഇരാവതി കാർവെ പഠിക്കുന്നത്. ആൻഡ് കെ.എം. കപാഡിയ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പി.എച്ച്. പ്രഭു, ഇവരൊക്കെ എന്താണ് ഹിന്ദു മാരേജ് ഫാമിലി ട്രഡീഷനെ പറ്റി പഠിച്ച് ഇൻഡോളജിക്കൽ തിങ്കേഴ്സ് ആണ്. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കലി ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എന്ത്, ഇൻഡോളജി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, വേഗം തീരും, കാരണം ചെറിയ കോൺസെപ്റ്റ് ആണ്. ഇൻഡോളജി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് നത്തിങ് ബട്ട് ബുക്ക് വ്യൂ, സ്റ്റഡിങ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ബുക്സ്. That is Ramayana, sacred book, അല്ലെങ്കിൽ sacred historical religious book, basically science based ആയിട്ടുള്ള ബുക്കുകളാണ് വായിക്കുന്നത്. ആ ബുക്ക് വായിച്ചു വരുന്നു. ഇറ്റ്സ് ലാക്കിംഗ് പ്രാക്ടിക്കൽ മെത്തേഡ്, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എംപിരിക്കൽ ഡാറ്റ ഉണ്ടാവില്ല, ഫീൽഡ് സ്റ്റഡി ഉണ്ടാവില്ല. ആൻഡ് ദേ ആർ ഓൺലി ഡൂയിങ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ദ കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ വ്യൂ പോയിന്റിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ സൊസൈറ്റിയെ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇവർ നോക്കുന്നത്. ഓക്കെ, Kuria basically, G.S. Kuria ഒരു ഇൻഡോളജിസ്റ്റ് ആണ്. ബിഫോർ ദാറ്റ് ബേസിക്കലി G.S. കുര്യന്റെ ടൈം നോക്കുകയാണെങ്കിൽ 1893 to 1983 വരെയാണ് കുര്യന്റെ ലൈഫ് ടൈം നോക്കുന്നത്. കുര്യ ഈസ് കൺസിഡർഡ് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജീസ് ആണ് കാണുന്നത്. കാരണം he is actually combined Indian sociological അല്ലെങ്കിൽ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് ടു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഒരു പുതിയ പെർസ്പെക്റ്റീവ്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു, സ്ട്രക്ചറൽ ഫങ്ഷൻസ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, സബാൾട്ടൻ പെർസ്പെക്റ്റീവ്, ഇതൊക്കെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആണ്. അത് ഇന്ത്യയിൽ വന്ന് പഠിക്കാം. പക്ഷെ ഇന്ത്യക്കായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടത് ബേസിക്കലി ഇത് ഇങ്ങനെ വേറെ പെർസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ ഈജിയോളജി ഉണ്ട്. ഓക്കെ,
ടിബറ്റോളജി ഉണ്ട്. ടിബറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അണ്ടർസ്റ്റാൻഡിങ് Tibet or Chinese society through the language of Chinese and the traditional Tibetan language വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുന്നത്. Etiology എന്ന് പറയുന്നത് basically studying Egypt through the traditional language. അതുപോലെ ഇന്ത്യയെ പറ്റി പഠിക്കുന്നത്. These are all basically Asiatic studies എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയുള്ള സ്റ്റഡീസിനാണ് നമ്മൾ എന്താ പറയുന്നത്? Asiatic studies എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സ് ആണ്. ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് ബേസിക്കലി എന്താണ്? സോഷ്യോളജിനെ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ പെർസ്പെക്ടീവ് സോഷ്യോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. And he also established a modern sociological perspective, which was different from narrow was taking classical Indology valella, new modern Indological perspective. He founded the Indian Sociological Society, and this is journal Sociological Bulletin. And journal Indian Sociological Society of the society police sociology promote and sociology work. Just for your information, to promote sociology research in India, this approach combined historical analysis, futurist theories, and descriptive ethnographic method. Creative highlighted the unity of Indian culture, addressing the diverse, focusing religion, religion, family, urbanization, and he also studied tribal integration. Tribal policy GS Kurian perspective, viewpoint. GS Kurian considers that tribals are Hindus. And basically, basically, tribals are. There are two viewpoints: Kurian viewpoint and Peruvian viewpoint, with respect to tribals. And Nehru adopted different viewpoint, and his viewpoint is that tribals are part of actually Hindus. They are not completely Hindu, but gradually our Hindu level. Our religion like Buddha Bala, what is get them? Hindu get them. Okay. Christian, not Christian, Christian tribals are other serious. They are also part. And he is basically purely religious. Basically, he found that different threat for Indian society. One of the threat is that increasing population of Muslims. So from this time, so he says that this is a threat to Indian society. And there are different minority communities. Muslims minority communities in the Indian society threat basically fully identified. So he wanted the tribes to assimilate into mainstream society. And he mentioned many Indian sociology, including prominent figures like M.N. Srinivasan, teacher basically GS Kurian. So by Department of Sociology established basically GS Kurian with the goals Indological perspective. So Kurian Indological perspective and the studies in the next class start here. Okay. Sir, ഈ നോട്ട്സ് ഒന്ന് അയക്കോ? നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനന്തു, ആദിത്യൻ, കുറെ അല്ല അനന്തു കണ്ടിട്ട്. അനന്തു ബാക്കി അപ്പൊ ക്ലാസ് കണ്ടു നിർത്താം. ടെസ്റ്റ് അടുത്ത് അയച്ചു തരാം. ടെസ്റ്റ് പ്രിന്റ് എടുക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. റൂമിലാണ്. ഓക്കെ. പിന്നെ ഇത്രയുള്ളൂ, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.